സംസ്ഥാനം ഇങ്ങനെ വെന്തുരുകുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഓരോ ദിവസം കഴിയുന്തോറും ഇങ്ങനെ ചൂട് കൂടിക്കൂടി വരികയാണ്. ഏറ്റവും ഒടുവിലായി ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് തന്നെയാണ് ബന്ധപ്പെട്ടവർ നൽകിയിരിക്കുന്നത്. ഉഷ്ണതരംഗത്തിനെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിരവധി പേർ കുഴഞ്ഞു വീണ് മരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം. പാലക്കാട് ജില്ലയിൽ ഇന്ന് മുന്നറിയിപ്പുണ്ട്. 41.8 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ഇന്നലെ പാലക്കാട് രേഖപ്പെടുത്തിയത്. ഇവരുമായി തിരുവനന്തപുരത്ത് നിന്നും രശ്മി കാർത്തികയും ഒപ്പം പാലക്കാട് നിന്നും അരുൺ ആലത്തൂരും ചേരുകയാണ്. ആദ്യം അരുണിലേക്ക്. അരുൺ, ഗുഡ് മോർണിംഗ്. വലിയ അസഹ്യമായ ഒരു ചൂടാണ് പാലക്കാട് കഴിഞ്ഞ കുറേ മാസങ്ങളായി തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ലയാണ് പാലക്കാട്. ഇപ്പോൾ ജനജീവിതം അത്രത്തോളം ദുസ്സഹമായി മാറിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും ചൂട് കൂടിക്കൂടി വരുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു അവസ്ഥ? മോർണിംഗ് കെ പി. പാലക്കാട് ചുട്ടുപൊള്ളുകയാണ്. കെ പി പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ചൂടാണ് ഇന്നലെ പാലക്കാട് രേഖപ്പെടുത്തിയത്. 41.8 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ഇന്നലെ പാലക്കാട് അനുഭവപ്പെട്ടത്. സാധാരണയേക്കാൾ 5.5 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണിത്. 1987-ലും 41.8 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ 2016 ഏപ്രിൽ 27 രേഖപ്പെടുത്തിയ 41.9 ഡിഗ്രി സെൽഷ്യസ് ആണ് 1951 ശേഷം സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനില എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കുറെ കാലത്തേക്ക് ചൂട് ഉയർന്നു നിൽക്കുന്ന അവസ്ഥയാണ് ഈ ഹീറ്റ് വേവ് അഥവാ ഈ ഉഷ്ണതരംഗം എന്ന് പറയുന്നത്. ഇത് ഈ മനുഷ്യരിലും അതുപോലെ തന്നെ ജന്തു ജീവജാലങ്ങളിലൊക്കെ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് പറയുന്നത്. കൂടാതെ ഈ മരങ്ങളാണെങ്കിലും അതുപോലെ തന്നെ മറ്റു സസ്യങ്ങളാണെങ്കിലും ഒക്കെ നശിക്കുന്നതിനും ഈ ഉഷ്ണതരംഗം കാരണമാവും എന്നുള്ളതാണ്. ഉഷ്ണതരംഗമുള്ള മേഖലകളിൽ ആളുകൾ നേരിട്ട് ഈ ചൂട് അവർക്ക് ഏൽക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക്, പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. മാത്രമല്ല ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ വീടുകളിൽ ഉണ്ടാകുമ്പോൾ അതൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്നും നിർദ്ദേശം പറയുന്നുണ്ട്. അതായത് അതിന്റെയൊക്കെ വയറുകളും മറ്റുമൊക്കെ ഉരുകി തീ പിടിക്കുന്നതിനൊക്കെ ഉള്ള സാധ്യതകൾ ഉണ്ട്. അതുപോലെ തന്നെ ചപ്പ് ചവറുകൾ, ഈ പ്ലാസ്റ്റിക്, അതുപോലെ ഈ പേപ്പർ കടലാസുകൾ, ഇതൊക്കെ തനിയെ തീ പിടിക്കുന്ന തരത്തിലേക്ക് ഉഷ്ണതരംഗമുള്ള മേഖലകളിലേക്ക് അത്തരത്തിൽ തീ പടരാനുള്ള സാധ്യത. അരുൺ, അത്തരത്തിൽ ഈ തീപിടുത്തത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. അതീവ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം അരുൺ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ചുട്ടുപൊള്ളുന്ന ഒരവസ്ഥ, വീട്ടിൽ ഒന്ന് സ്വസ്ഥമായി ഇരിക്കാമെന്ന് വെച്ചാൽ വെന്തുരുകുന്ന അവസ്ഥ. ഏതായാലും ഏത് തരത്തിലായിക്കഴിഞ്ഞാലും അത്രമേൽ ചൂട്, അസഹ്യമായ ഒരു സാഹചര്യമാണ് പാലക്കാട് ഉള്ളതല്ലേ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഈ നിർദ്ദേശങ്ങൾ, പ്രത്യേകിച്ച് സംസ്ഥാനത്തുടനീളം ഈ ജോലിയുടെ സമയവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളടക്കം നൽകിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നത് വാസ്തവം. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ നിർദ്ദേശങ്ങളും നടപടികളും കർക്കശമാക്കുന്ന ഒരു സാഹചര്യമുണ്ടോ ഇപ്പോൾ? നിലവിൽ ഇത്തരത്തിൽ ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ നല്ല ഉച്ച സമയത്ത്, അതായത് രാവിലെ ഒരു 11 മണി 12 മണിയോടെ അടുക്ക തന്നെ ജോലി അവസാനിപ്പിക്കുക, അതിനുശേഷം 3 മണിക്ക് ശേഷം ജോലിക്ക് ഇറങ്ങുക, അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട് പലപ്പോഴും. പക്ഷേ അതൊന്നും ആളുകൾ പാലിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു സമയത്തെ ക്രമീകരണമാണ് പ്രധാനമായും പറയുന്നത്. പക്ഷേ അത്തരത്തിലുള്ള നടപടികൾ ആളുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. ജില്ലയിലാണെങ്കിൽ ഈ ഉഷ്ണതരംഗമൊക്കെ ഇങ്ങനെ മുന്നറിയിപ്പ് നൽകുന്നതിനിടയിൽ തന്നെ ഒരുപാട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് ദിവസം, പോളിംഗ് ദിവസം പോലും 3 പേരാണ് പാലക്കാട് ജില്ലയിൽ കുഴഞ്ഞു വീണ് മരിച്ചത് എന്നുള്ളതാണ്. അത്രയേറെ ചൂട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഏതായാലും ജില്ലയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഉഷ്ണതരംഗം എന്നുള്ളത് സമതലങ്ങളിൽ പരമാവധി താപനില കുറഞ്ഞത് 40 ഡിഗ്രി സെൽഷ്യസിലും അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിൽ കുറഞ്ഞത് 37 ഡിഗ്രി സെൽഷ്യസിലും മലയോര പ്രദേശങ്ങളിൽ കുറഞ്ഞത് 30 ഡിഗ്രി സെൽഷ്യസിലും എത്തുമ്പോഴാണ് ഈ ഉഷ്ണതരംഗമായി മാറുന്നത്. ഇത്തരം ഭാഗങ്ങളെല്ലാം ഉഷ്ണതരംഗത്തിന് കീഴിലുള്ളതായിട്ട് കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുക. പരമാവധി താപനില സാധാരണയിൽ നിന്ന് 6.4 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കുമ്പോഴാണ് കടുത്ത ഉഷ്ണതരംഗമായി കണക്കാക്കപ്പെടുന്നത്. കഴിഞ്ഞ വർഷം ഈ നമ്മുടെ രാജ്യത്ത് പശ്ചിമ ബംഗാളും അതുപോലെ തന്നെ ബീഹാറും ആന്ധ്രാപ്രദേശും സിക്കിമും ജാർഖണ്ഡ്, ഒഡീഷ, ഉത്തർപ്രദേശ്, ജമ്മു കാശ്മീർ, അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഇങ്ങനെ ഈ സംസ്ഥാനങ്ങളിലായിരുന്നു ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നത്. അന്ന് തന്നെ ഈ കേരളത്തിലും ഉഷ്ണതരംഗം ഉണ്ടാവുമെന്ന് കഴിഞ്ഞ വർഷം പറഞ്ഞെങ്കിലും അത്തരത്തിലുള്ള മുന്നറിയിപ്പൊന്നും പിന്നീട് പ്രഖ്യാപിക്കപ്പെട്ടിരുന്നില്ല. അതിൽ നിലവിൽ കേരളത്തിലും നമ്മുടെ രാജ്യത്തിന്റെ മറ്റ് മേഖലകളിലെ പോലെ തന്നെ കേരളത്തിലും ഇപ്പോൾ ഈ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണത്.
മൂന്ന് ജില്ലകളാണ് ഇപ്പോൾ പറയുന്നത്. പാലക്കാടും അതുപോലെ തന്നെ പാലക്കാട് കൂടാതെ തൃശ്ശൂരും കൊല്ലം എന്നീ ജില്ലകളിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പലപ്പോഴും ആളുകൾക്ക് ഈ ഉഷ്ണതരംഗം എന്നൊക്കെ പറയുമ്പോൾ എന്താണിതെന്ന് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. അതായത് ഉഷ്ണതരംഗം എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള ചൂട് അനുഭവപ്പെടുകയും അത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും അതുപോലെ തന്നെ ആളുകളിലേക്ക് നേരിട്ട് ചൂട് അവർ ഏൽക്കുകയാണെങ്കിൽ വലിയ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും എന്നുള്ളതും ഒപ്പം തന്നെ പലതരത്തിലുള്ള അപായങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും ആണ് ഈ ഉഷ്ണതരംഗം എന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഉഷ്ണതരംഗത്തിൽ വലിയ രീതിയിലുള്ള ഒരു ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നതിന്